കോട്ടയം നഗരത്തിൽ തെരുവുനായ ആക്രമണം. KSRTC സ്റ്റാൻഡിന് സമീപവും കോട്ടയം ചന്തയിലുമായി 7 പേർക്ക് കടിയേറ്റു. നായ്ക്ക് പേവിഷബാധയുള്ളതായി സംശയമുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ എന്താണ് ടോബി? TK, ഇന്ന് ഏകദേശം 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കോട്ടയം KSRTCക്ക് സമീപത്ത് വെച്ചാണ് ഒരു തെരുവുനായ അത് ആളുകളെ ആക്രമിക്കാൻ തുടങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന 2 പേരെ തെരുവുനായ കടിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് അവിടെ നിന്നും ഓടിയ തെരുവുനായ ഒരു മാർക്കറ്റിലേക്ക്, അതായത് കോട്ടയം മാർക്കറ്റിലേക്ക് കയറി. അവിടെ വെച്ചാണ് ബാക്കി 2 പേരെ കൂടി കടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ നമുക്ക് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 പേർക്ക് ഈ തെരുവുനായ ആക്രമണം, തെരുവുനായ കടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ കൂടി ഉൾപ്പെടുന്നുണ്ട്. PJ വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉൾപ്പെടെ ഈ ഒരു മുൻ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ളവർക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ആശങ്കയുടെ നിമിഷം തന്നെയാണ്. തെരുവുനായയെ പിടിച്ചു എന്നുള്ളൊരു വാർത്തയുണ്ട്. ഈ ഒരു പ്രദേശമെല്ലാം, അതായത് കോട്ടയം നഗരത്തിൽ മുഴുവൻ ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിടയിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. എന്തായാലും ABC സെന്ററിലേക്ക് കുറച്ച് തെരുവുനായകളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ കടിച്ച തെരുവുനായക്ക് പേവിഷബാധയുണ്ട് എന്നുള്ളൊരു സംശയമാണ് ആളുകൾ പറയുന്നത്. അതിനെ പിടിക്കാനുള്ള ശ്രമവും ഇപ്പോൾ തുടരുകയാണ്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.